1991-92 കാലഘട്ടത്തിൽ സിംഗപ്പൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പാമോലിൻ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഉണ്ടാക്കിയ സ്വാധീനം. ഇത് നമ്മളിങ്ങനെ വേറൊരു ടെൻഡർ വിളിക്കാതെയാണ് ചെയ്യുന്നത്. സിൻസ് ഗവൺമെന്റ് ഓഫ് കേരള ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു ഇമ്പോർട്ട് 15,000 tons of palmolin from Malaysia, I am left with no other option but to execute this deal എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ടു മൈസെൽഫ് ഐ വിൽ സേ ഇറ്റ് വാസ് റോങ്. പക്ഷേ എനിക്ക് ഒരു സിവിൽ സർവൻറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. എനിക്ക് അദ്ദേഹത്തിനോടൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, എൻ്റെ പിതാവിനെ വെറുതെ വിടുക. പിന്നെ ഇപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ പറ്റി പറയാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുക. കാരണം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇതിൽ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല നേതാക്കളും ഇതിലുണ്ടായിരുന്നു അല്ലേ പേര്. മരിച്ചുപോയ എൻ്റെ അച്ഛനെ മാത്രം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ക്രൂശിക്കുന്നത്? പിന്നെ ഇങ്ങനെ വായിൽ തോന്നിയത് പറയാനാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കൂച്ചുവിലങ്ങടേണ്ടത് അത്യാവശ്യമാണ്. ക്യാബിനറ്റ് തീരുമാനമാണെന്ന് ചീഫ് സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്യാബിനറ്റിന് ചില അടിയന്തര ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരും. ടെൻഡർ വിളിക്കാതെ തന്നെ ചില സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരാം. ഉദാഹരണത്തിന് അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ചിലപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പൈപ്പിൻ്റെയൊക്കെ കേസിൽ പണ്ട് നിയമസഭയിൽ പറയുന്നത്. ഇത് ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഒത്തുകളിക്കുകയും വിവരമില്ലാത്ത ചില പ്രതിപക്ഷക്കാർ അത് അവർക്ക് വേണ്ടി തന്നെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം തീരുമാനിക്കേണ്ടതാണെന്ന് പറയുകയും അങ്ങനെ തന്നെ മന്ത്രി പറയുകയും പിന്നെ അതിനനുസരിച്ച് ഇറക്കുമതി ചെയ്യുകയൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ നിഷ്കളങ്കമായൊന്നും എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു ഇടപാട് നടന്ന സമയത്ത്, വിവാദം നടന്ന സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് നമ്മൾ മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ അഴിമതിയെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങിയ സമയത്ത് വലിയ ഞെട്ടലുളവാക്കിയ സംഭവമാണ്. ഒരുപക്ഷെ കെ കരുണാകരൻ്റെ രാജൻ കേസുവിന് ശേഷം കെ കരുണാകരനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ വിഷയം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ചാരമായി പോയ ചാരക്കേസ് വരുന്നത്. അപ്പോൾ കരുണാകരനെ കേരള രാഷ്ട്രീയത്തിൽ ഒതുക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് മുമ്പും ഉണ്ടായിരുന്ന ഒരു സെൻട്രൽ ട്രാവൻകൂർ ലോബിയുടെ കളി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ ലോബി ആന്റണിയെ വെച്ച് എങ്ങനെ കളിച്ചതെന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ വളരെ കൃത്യമായി ചാരക്കേസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആർക്കറിയാം? നമ്മുടെ ഈ പത്മജയ്ക്ക് അറിയാം. പത്മജയുടെ അച്ഛനല്ലേ, അവർ പറയുമ്പോൾ അവർ കുറച്ച് വൈകാരികമായി പറഞ്ഞെന്ന് വെച്ചു. പക്ഷേ ഇതിൽ ഒരു ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഈ രീതിയിൽ കരുണാകരനെ അപമാനിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം എന്താണ്? ഇവിടെ കരുണാകരൻ ഇപ്പോൾ എന്താണ് പുതിയ അഴിമതി സരിത കേസിൻ്റെയും അതുപോലെ തന്നെ ബാ കേസും ഒക്കെ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി യാതൊരു ഉളുപ്പുമില്ലാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന അഴിമതി വീരനായി മാറിയ സമയത്ത് കരുണാകരൻ വിശുദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധനായെന്ന് ആയിക്കൊണ്ടിരിക്കുന്ന കരുണാകരൻ ഈ ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ഗോസ്റ്റിനെ പോലെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നുണ്ട്. എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. ഇറ്റ് ഇസ് ഇല്ലീഗൽ. പറയാൻ അധികാരമുണ്ട് അദ്ദേഹത്തിന്. താങ്കൾ അതടക്കം എന്തുകൊണ്ടൊരു ചീഫ് സെക്രട്ടറി ആവർത്തിച്ച് സർക്കാർ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ച് നിയമ സംവിധാനത്തിന് തീർത്തും എതിരായ കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നു? എന്തുകൊണ്ട്? ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ ഫൈൻഡിംഗ് ആവശ്യമുണ്ട്. അതാണ് എന്റെ അഭിപ്രായം. സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ചീഫ് സെക്രട്ടറി ക്യാൻ സേ ലൈക്ക് ദിസ്. ജുഡീഷ്യൽ ഫൈൻഡിങ്ങും ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും അടിയന്തരമായി സർക്കാരിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? എന്ത് ചെയ്യണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഉദ്യോഗസ്ഥനെതിരെ? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഉദാഹരണത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് ക്യാബിനറ്റ് നടപ്പാക്കും. അത് ചിലപ്പോൾ തുകയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കൂടുതലായി എന്ന് വരാം. പക്ഷേ ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ സോവറിൻ പവറാണത്. അത് ശ്രീ സുഗതൻ പറഞ്ഞാണ് ശരി. ആ സോവറിൻ പവറിനെ അയാൾ പരസ്യമായി അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയോ പിന്നീട് വന്ന് പുറത്തു പറയുമ്പോഴോ ചെയ്താണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയല്ല ഇവിടെ നടന്നത്. പണ്ട് നടന്നൊരു കാര്യം, അദ്ദേഹം 21 കൊല്ലമായി പ്രതിയായി ആ കുരിശ് ചുമക്കേണ്ടി വരുമ്പോൾ അതും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD എന്ന നിലയിൽ നേരിട്ട് ക്യാബിനറ്റിൻ്റെ താഴെയല്ലാത്ത ഒരു ജോലിയിൽ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം സന്ദർഭവശാൽ പറഞ്ഞു എന്നല്ലാതെ അതത്ര വലിയ ഒരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേര് ചുമത്താൻ എനിക്ക് തോന്നുന്നില്ല. എന്നത് പറഞ്ഞത് നിയമവിരുദ്ധമാണ്. ചീഫ് സെക്രട്ടറി പറയാൻ പാടില്ലാത്ത കാര്യം. ക്യാബിനറ്റ് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമില്ല, അധികാരമില്ല. ചോദ്യം ഇതാണ്, ഫക്രുദ്ദീൻ അലി ചോദിക്കുന്നതനുസരിച്ച് എന്തുകൊണ്ട് ജിജി തോംസൺ ഇന്ന് ആ പ്രസ്താവന 21 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇന്ന് അതിലേക്ക് കെ കരുണാകരന്റെ പേര് എന്തിന് വലിച്ചിഴയ്ക്കുന്നു എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുന്ന ഒരാൾക്കെതിരെ ഭരണകൂടമാണ് പ്രതികരിക്കേണ്ടത്. കാരണം ഒരു ചീഫ് സെക്രട്ടറി ഇപ്പൊ പല ഉദ്യോഗസ്ഥന്മാരും ടിവിയിലിരുന്ന് തോന്നിയ മാതിരി രാഷ്ട്രീയക്കാരെ ചീത്ത പറയാ, ഭരണത്തിലിരിക്കുന്നവരെ കുറ്റം പറയാ.
ഇതിപ്പോ തിരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലും ഇവർ കേൾക്കേണ്ടി വരും. ഇതെല്ലാം ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ മര്യാദയാണ്. പക്ഷെ ഇതില് എനിക്ക് പറയാൻ തോന്നിയത് എന്റെ പിതാവിന് അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്തൊരു അന്യായമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു? അവർക്കെതിരെ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവർക്കെതിരെ എന്തുകൊണ്ടൊരു വാക്ക് പറയാൻ ഈ ചീഫ് സെക്രട്ടറിക്ക് ധൈര്യം ഉണ്ടോ? ധൈര്യം ഇല്ല. അപ്പൊ മരിച്ചുപോയ കെ കരുണാകരന് എന്തും പറയാം. ആ ഒരു രീതിയാണ് ഇവിടെ നടപ്പില്ല.